ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാനമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശ്രവണത്തിനായി ദൈവകരങ്ങളിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവപുരുഷനായ എലീഷ ദമാസ്കസിലെത്തി. രോഗഗ്രസ്തനായിരുന്ന ബെൻഹദാദ് രാജാവ് തൻ്റെ അനുചരനോട്, അല്ലെങ്കിൽ തന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഹസായേലിനോട് പറയുകയാണ്, നീ ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന് കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക. നീ പോകുമ്പോൾ അവനൊരു സമ്മാനമായി വേണം പോകുവാൻ. അത് കേട്ട ഹസായേൽ 40 ഒട്ടകച്ചുമട് സമ്മാനവുമായി എലീഷയെ സമീപിക്കുന്നു. എലീഷയോട് ചോദിച്ചു, അങ്ങയുടെ മകൻ രോഗഗ്രസ്തനായിരിക്കുകയാണ്. അവൻ രോഗത്തിൽ നിന്ന് വിമുക്തനാകുമോ എന്ന് ആരായാൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ദൈവപുരുഷനായ എലീഷ പറഞ്ഞു, അവൻ രോഗവിമുക്തനാകും, എന്നാൽ അവൻ മരിക്കും. ഇത് പറഞ്ഞിട്ട് അവൻ ഹസായേലിനെ നോക്കി നിന്നു. അവൻ അസ്വസ്ഥനാകുവോളം അവനെ നോക്കി നിന്നു. പിന്നീട് എലീഷ കരഞ്ഞു. ഹസായേൽ ചോദിക്കുന്നുണ്ട്, പ്രഭു, അങ്ങ് എന്തിനാണ് കരയുന്നത്? എലീഷ പറയുകയാണ്, നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാൻ പോകുന്ന ക്രൂരതയെക്കുറിച്ച് ഓർത്താണ് ഞാൻ കരഞ്ഞത്. നീ അവരെ കോട്ടകൾക്ക് തീവെക്കും, യുവാക്കളെ വാളിന് ഇരയാക്കും, ശിശുക്കളെ അടിച്ചു കൊല്ലും, ഗർഭിണികളുടെ ഉദരം നീ പുലർത്തും. അവൻ ചോദിച്ചു, നിസ്സാരനായ ഞാനിത് എങ്ങനെ ചെയ്യും? അപ്പോൾ പറഞ്ഞു, നീ സിറിയയുടെ രാജാവാണ്. അവൻ ബെൻഹദാദിനെ പോയി കണ്ടു. പ്രവാചകൻ പറഞ്ഞ കാര്യം പറഞ്ഞു. നീ ജീവിക്കും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഹസായേൽ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിലിട്ട് ആ പുതപ്പ് അവൻ്റെ രാജാവിൻ്റെ മുഖത്തിട്ടു. രാജാവ് മരിച്ചു. ഹസായേൽ രാജാവായി മാറി. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുവാനും ദൈവത്തിൻ്റെ വാക്കുകേട്ട് തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും.